മേഘാ ജസ്റ്റിൻ, കർണാടകയിൽ സൂപ്പർ CM കളിക്കുകയാണ് KC വേണുഗോപാൽ എന്ന് പറഞ്ഞതിന് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. DK ശിവകുമാറുമായിട്ടുള്ള ചർച്ച, സമീർ അഹമ്മദുമായിട്ടുള്ള ഫോണിൽ ഉള്ള സംഭാഷണം, അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട 180-ൽ പരം കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കുന്നു. അപ്പോൾ ഇപ്പം CPM-ഉം അതേപോലെ കോൺഗ്രസും എല്ലാം തന്നെ ഒരേപോലെ ഇടപെട്ട ഒരു കാര്യമാണ്. അപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇടപെടൽ ബലം കണ്ടു അല്ലേ? അതെ, 180ഓളം കുടുംബങ്ങളാണ് ഇന്നും നാളെയുമായി എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്ത ഇന്ന് തന്നെ പുതിയ ഭവനങ്ങളിലേക്ക് മാറി താമസിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ KC വേണുഗോപാലിന്റെ ഇടപെടൽ കൊണ്ട് സാധിച്ചു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ CPM നേതാക്കൾ പലരും അവിടെ പോയി സന്ദർശിച്ചു, അവിടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അവർക്കൊപ്പം നിന്ന് സംസാരിച്ചു. അതെല്ലാം അഭിനന്ദനാർഹമായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം, അവരാരും തന്നെ ഇതിന്റെ ഒരു ഗവേണൻസ് ലെവലിൽ, അതായത് ഇപ്പൊ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അധികാരികൾ, ഇവരെ ആരെയും കണ്ട് സംസാരിക്കുകയോ വേണ്ട പൊളിറ്റിക്കൽ ഗവേണൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ ഉണ്ട്. പക്ഷെ ഇപ്പുറത്തെ വശത്ത് നോക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ അവിടെ നേരിട്ട് സന്ദർശിച്ച് കണ്ണീരൊടുക്കാൻ പോയിട്ടില്ല. പക്ഷേ കൃത്യമായുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായിട്ടും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുമായിട്ടുമുള്ള സംഭാഷണം നടന്നിട്ടുണ്ട്, കൃത്യമായ ചർച്ച നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് നടക്കേണ്ടത്. സോഷ്യൽ മീഡിയയിലല്ല, ഒരു മേശയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരു ഫോൺ കോളിനപ്പുറം ഇപ്പുറം ഇരുന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തുകയാണ് നേതാക്കൾ ചെയ്യേണ്ടത്. അവിടെയാണ് KC വേണുഗോപാലിന്റെ ഇടപെടൽ ഒരു എക്സാമ്പിളായി, മാതൃകയായി മാറുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹം കാണിച്ച മാതൃക എല്ലാവർക്കും മാതൃകയാക്കേണ്ടതാണ്. അതായത് അദ്ദേഹം മെലോ ഡ്രാമയ്ക്ക് പുറകെ പോകാതെ ക്രിയാത്മകമായി ചലിപ്പിച്ചു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയുമുള്ള കുടുംബങ്ങൾക്ക് ഇനിയുമുള്ള പുനരധിവാസം അല്ലെങ്കിൽ മറ്റ് പെർമനൻ്റ് ആയിട്ട് ഒരു വീട് എന്നൊരു സ്വപ്നം ലഭിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെ പോലുള്ള. അതെ, ഇപ്പോ നമ്മൾ ഇതുവരെയുള്ള ഇതിനെപ്പറ്റി സംസാരിച്ച എല്ലാ ചർച്ചകളിലും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി പുനരധിവാസം എന്നുള്ളത് അടുത്ത കാര്യമാണെങ്കിലും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഒരു രാത്രി കൊണ്ട് ഇപ്പോൾ അനധികൃതമായി കയ്യേറിയ സ്ഥലമാണെന്നും അനധികൃതമായി അവിടെ താമസിക്കുന്നവരാണ് എന്ന് എത്ര ന്യായവാദങ്ങൾ മുഴക്കിയാൽ പോലും മനുഷ്യത്വം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് മനുഷ്യത്വരഹിതമായ നടപടിയാണ്, ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതാണ്. അത് UP-യിൽ നടന്നാലും കർണാടകയിൽ നടന്നാലും ഇനി കേരളത്തിൽ നടന്നാലും നടക്കില്ല. എന്നാലും നടന്നാലും അത് മനുഷ്യത്വരഹിതമായ കാര്യമായി തന്നെ അതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ നടന്ന പ്രവൃത്തിക്ക് എന്തായാലും മറുപടി കൊടുക്കേണ്ടത് അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെയാണ്. ഇതിനെല്ലാം ചോദ്യങ്ങൾ കൃത്യമായി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനുള്ള കൃത്യമായ ഉത്തരം നൽകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു നേതാക്കളെ മാത്രമല്ല, നമ്മളടങ്ങുന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളോടും ഉത്തരം പറയേണ്ട ബാധ്യത അവർക്കിപ്പോൾ ഉണ്ട്. അരികവൽക്കരിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന KC വേണുഗോപാലിന്റെ മാതൃക ആരും കാണാതെ പോകരുത് എന്നുള്ളതാണ് വീണ്ടും പറയാൻ പറ്റുന്നത്. പിന്നെ നോക്കൂ, കേരളത്തിലായിരുന്നു സമാനമായൊരു സാഹചര്യം നടന്നതെങ്കിൽ മേഘ ആലോചിച്ച് നോക്കൂ. ഒരു പ്രൈവറ്റ് ബാങ്ക് ഒരു വീട് ജപ്തി ചെയ്ത് ഇറക്കി വിടാൻ വരുമ്പോൾ അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളും ആ വീട് അടിച്ചു പൊട്ടിച്ച് അകത്ത് ആ വീട്ടിലുള്ളവരെ താമസിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മാധ്യമ വാർത്തകൾ വഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ കർണാടക പോലൊരു സംവിധാനത്ത് അവിടെ ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിന് നേരത്തെ ഒരു മുൻകൈ എടുത്ത് ഇത് തടഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ CPM-ന്റെ സ്റ്റേറ്റ് ഗവേണൻസ് ഈ കാര്യത്തിൽ വേണ്ട എന്ന് കർണാടക സർക്കാർ പറഞ്ഞിട്ടുണ്ട്. റഹീം MP അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാത്തതിന് അദ്ദേഹം ട്രോളുകൾ കുറെ ഏറ്റുവാങ്ങി. അതെ, ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ പോയി ഇംഗ്ലീഷിൽ സംസാരിക്കാത്തത് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ല. കാരണം ഒരു വ്യക്തിയുടെ ഭാഷ വെച്ച് അയാളെ കളിയാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം അവിടെ പോയി പറഞ്ഞതുപോലെ അധികാരികളെയോ മുഖ്യമന്ത്രിയുമായോ ഒന്ന് ഫോണിൽ പോലും സംസാരിക്കാത്തതിനെ വിമർശിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ വരെ പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് തിരിച്ചു വരുന്നതല്ലല്ലോ അതിൻ്റെതായ രീതി. ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റഹീം തന്നെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കട്ടെ. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും എനിക്ക് തോന്നുന്നു ഇത് ഇത്തരം കെബിൻ പറഞ്ഞതുപോലെ ഒരു പുനരധിവാസ നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് തടയാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് ഇത് അറിഞ്ഞില്ല എന്നുള്ളത് പറയുന്നത് വലിയൊരു വീഴ്ചയാണ്. അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്തിനാണ് ഇത്തരത്തിലൊരു ബുൾഡോസർ രാജ്യം നടത്തുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു
അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയാണ് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് സിനിമയിലൊക്കെ കേട്ടുകൊണ്ട് ഒരു രാത്രി കൊണ്ട് ഒരു ചേരി ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതേപോലെയാണ് അവിടുത്തെ കുട്ടികളുടെ മുഖം, അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ മുഖം, ഒറ്റ രാത്രി കൊണ്ട് വീടുകൾ നഷ്ടപ്പെടുന്നവരുടെ വേദന, അത് വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ UDF അനുഭാവികളും, എനിക്ക് തോന്നുന്നു നേതാക്കളും എല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായി തന്നെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അവിടെ ഭരിക്കുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണെന്ന് വിചാരിച്ച് വായടച്ച് വെക്കുന്ന ഒരു സമീപനം നമ്മുടെ നേതാക്കളിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. എന്ത് ചെയ്താലും എന്റെ പാർട്ടിയെ ഞാൻ പ്രതിരോധിക്കും, ഏത് നാട്ടിലാണെങ്കിലും ഞാൻ പ്രതിരോധിക്കും എന്നുള്ള നിലയിലേക്ക് രാഷ്ട്രീയം മാറാത്തത് വലിയൊരു സൂചന തന്നെയാണ്. ഇനി എന്ത് തന്നെ ആയാലും അവിടെ ഒഴിപ്പിക്കപ്പെട്ട 300ഓളം കുടുംബങ്ങളാണ് ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഒഴിപ്പിക്കപ്പെട്ടത്. അവർക്കെല്ലാം കൃത്യമായ പുനരധിവാസം എത്രയും പെട്ടെന്ന് ഒരു രാത്രി നേരത്തെ നടത്തിയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എന്തുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്നുള്ള ഉത്തരവാണ്. അതായത് നോക്കൂ, ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് അവിടെ നടന്നത്. ഒരു ഫോൺ കോൾ DK ശിവകുമാരുമായിട്ട് ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു, പെട്ടെന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ച് കർണാടകയിലേക്ക് പോകുന്നു, അവിടെ വെച്ച് ക്യാബിനറ്റ് വിളിക്കുന്നു, അത് കഴിഞ്ഞ് കമ്മീഷന് ഉത്തരവ് നൽകുന്നു, പുനരധിവസിപ്പിക്കണമെന്നുള്ള ഉത്തരവ് നൽകുന്നു. ഫോൺ വഴി ബന്ധപ്പെട്ടിട്ട് ഉടനെ തന്നെ ഇതിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കണമെന്ന് പറയുന്നു. അത്രയും വേഗത്തിൽ കാര്യങ്ങളെ നീക്കാൻ കഴിയുന്ന KC വേണുഗോപാലിൻ്റെ ആ ഒരു പെനട്രേഷനാണ് എപ്പോഴും കോൺഗ്രസിൽ ആകർഷണീയമാവുന്നതും കോൺഗ്രസിലെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു പേരായി KC വേണുഗോപാൽ മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കെവിൻ, ഞാൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ കുറച്ചധികം ട്രോളുകൾ കണ്ടിരുന്നു. UP യോഗിയുടെ BJP സർക്കാരാണ് ഇത് ചെയ്തതെങ്കിൽ കർണാടകയിൽ ഇത് ഈ കോൺഗ്രസ് അല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ ഇടത് സൈബർ കൂട്ടം അങ്ങ് ആഘോഷിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്, അത് UPയുടെ കാര്യത്തിലാണെങ്കിലും കർണാടകയുടെ കാര്യത്തിലാണെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇത് ശരിക്കും ഒരു മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ഒരു ഒറ്റ രാത്രി കൊണ്ട് കുഞ്ഞുങ്ങളടക്കമുള്ള ഒരു കുടുംബത്തെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുക, നാളെ രാവിലെ തലയ്ക്കും ഇതേ ഒരു കൂര ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ മനുഷ്യാവകാശ നിയമങ്ങളുടെയും ലംഘനമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെ ആയാലും നമ്മൾ എല്ലാ വീഡിയോയിലും ആവശ്യപ്പെട്ടതുപോലെ കർണാടക സർക്കാരും സിദ്ധരാമയ്യയും ഇതിനെല്ലാം മറുപടി നൽകണം. കൃത്യമായ ഇടപെടൽ നടത്തിയ എല്ലാ നേതാക്കളും, എന്ത് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ, അതുപോലെ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാ മനുഷ്യരും ഇതിനൊപ്പം തന്നെയാണ്. അതായത് കുടിയൊഴിപ്പിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം തന്നെയാണ്. അവർക്ക് നീതി ലഭിക്കണം. നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർക്ക് തല ചായ്ക്കാൻ ഒരു വീട്, അത് ഗവൺമെന്റ് ഉറപ്പാക്കണം. അത് ഉറപ്പാക്കിയെന്ന് നമ്മുടെ നേതാക്കൾ തന്നെ ഉറപ്പാക്കും എന്നുള്ളതാണ്.